നേര്യമംഗലം കവളങ്ങാട് മണ്ഡലങ്ങളിൽ യുഡിഎഫിന്റെ അടുത്തഘട്ട പര്യടനം തുടങ്ങി. അവസാന വോട്ടുകളും പെട്ടിയിലാക്കുവാനുള്ള ശ്രമത്തിലാണ് യുഡിഎഫ് നേതാക്കളും പ്രവർത്തകരും. യുഡിഎഫ് സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന് കവളങ്ങാട് പഞ്ചായത്തിൽ നിന്നും ഉജ്ജ്വല വിജയം നേടാനാകുമെന്ന് യുഡിഎഫ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ബാബു ഏലിയാസ് പറഞ്ഞു. യുഡിഎഫ് സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന്റെ 4ാം ദിന തെരഞ്ഞെടുപ്പ് സ്വീകരണ പരിപാടിയുടെ കവളങ്ങാട് പഞ്ചായത്തിലെ നീണ്ടപാറയിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ എംഎൽഎ കവളങ്ങാട് പഞ്ചായത്തിനെ അവഗണിച്ചതിന്റെ പരിണിതഫലമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. യുഡിഎഫ് നേര്യമംഗലം മണ്ഡലം ചെയർമാൻ ജയമോൻ ജോസ് അധ്യക്ഷത വഹിച്ചു. യുഡിഎഫ് നേതാക്കളായ ഷമീർ പനക്കൻ, കെ.പി. ബാബു, ബോബൻ ജേക്കബ്, പി.എം. സക്കറിയ, എ.ടി. പൗലൂസ്, മാത്യു ജോസഫ്, എ.സി. രാജശേഖരൻ, പി.സി. ജോർജ്, ബാബു പോൾ, ജോമി തെക്കേക്കര, ഷൈജന്റ് ചാക്കോ, കെ.എം. അലിയാർ, എം.എം. നൌഷാദ്, പി.എസ്.എ. കബീർ, ജോബി ജേക്കബ്, അനൂപിട്ടൻ, കെ.ഇ. കാസിം, അനിൽ രാമൻ നായർ, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ്, സൗമ്യ ശശി, പി.എം. സിദ്ദിഖ്, പ്രിയങ്ക ടോമി എന്നിവർ പ്രസംഗിച്ചു. മഴ മൂലമുള്ള പ്രതികൂല കാലാവസ്ഥയായിട്ടും 25ഓളം കേന്ദ്രങ്ങളിൽ 100 കണക്കിന് പ്രവർത്തകരാണ് ഷിബു തെക്കുംപുറത്തെ സ്വീകരിക്കാനെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ വാരപ്പെട്ടി, പല്ലാരിമംഗലം മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. നിങ്ങളുടെ എല്ലാവരുടെയും വലിയ പിന്തുണയും വലിയ സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ നിയോജക മണ്ഡലം വികസന മുരടിപ്പിന് സാക്ഷ്യം വഹിച്ച ഒരു നിയോജക മണ്ഡലമാണ്. ഒരു പുതിയ പദ്ധതിയോ ഒരു പരിപാടിയോ ആവിഷ്കരിക്കുവാനോ നടപ്പിലാക്കുവാനോ ഈ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് തുടങ്ങി വെച്ച പദ്ധതികൾ പോലും ഇന്ന് ഉപേക്ഷിച്ച നിലയിലാണ്. നമുക്ക് ഈ നാടിനെ മോചിപ്പിക്കണം. എല്ലാ തരത്തിലും ഈ നാടിനെ രക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഏറ്റെടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ വികസന മുരടിപ്പ് അവസാനിപ്പിച്ച് എല്ലാ തരത്തിലും നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുവരുവാൻ പ്രിയപ്പെട്ട എല്ലാവരുടെയും വലിയ പിന്തുണയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്.